ഹേയ് ഹലോ, ഇന്ന് നമ്മുടെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് എൻ്റെ വണ്ടി കൊണ്ടിടാൻ വന്നതാണ്. ഇനി അതിനുശേഷം നമ്മുടെ ദിലീപ് ചേട്ടൻ്റെ പുതിയ പടം ഇറങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫാൻ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിനു വേണ്ടി പോകണം. അതിനു വേണ്ടി പോകാൻ വേണ്ടി വണ്ടി ഇട്ടിട്ട് ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും ഈ വണ്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള വണ്ടി അറിയാമെന്നുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ശബരിമലയിൽ ശർക്കര അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം പമ്പയിൽ നിന്ന് മേടി സന്നിധാനത്ത് എത്തിക്കുന്ന വാഹനങ്ങളാണിത്. ഇത് നമ്മുടെ ഇവിടെ ഷബീക്ക് എന്ന് പറഞ്ഞൊരു അണ്ണുണ്ട്. ഷബീക്കുണ്ട്, ശബരിമല ഷബീക്കെന്നാണെന്ന് അറിയുന്നത് അണ്ണൻ്റെ വണ്ടികളാണ് ഇതെല്ലാം. അങ്ങനെ അതേ ഞാൻ തന്നെ നമ്മുടെ രാംരാജ് തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറണം. ഫ്രണ്ട്സ് എല്ലാം അകത്തുണ്ട്. നമ്മളിപ്പം പുനലൂരുള്ളത് നല്ല സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ ഉള്ള നല്ലൊരു തിയേറ്ററാണ് രാംരാജ്. നമ്മുടെ കുഞ്ഞുനാൾ മുതൽ തന്നെ പപ്പയൊക്കെ ആയിട്ടൊക്കെ വന്ന് എപ്പോഴും സിനിമ കാണാൻ വന്നുകൊണ്ടിരുന്ന ഒരു തിയേറ്റർ. അങ്ങനെ ഒരു മെമ്മറിയും കൊണ്ട് കണ്ട് ഇതാണ് പടം കാണാൻ പോകുന്നത്, പ്രിൻസ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതെ, ഈ തറയുന്ന പോലെ എങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? എക്സ്പ്രസ് എനിക്ക് അത് അങ്ങനെ ഇതേ ഇൻട്രോയിലായപ്പോൾ മാരി ഒരു കുഞ്ഞുവാക്കി എടുത്തോണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നേ. അപ്പോഴേക്ക് വീണ്ടും പടം തുടങ്ങി. വീണ്ടും ഇൻട്രോയിലൊക്കെ കഴിഞ്ഞ് പടം കാണാൻ തുടങ്ങി. പിന്നെ അതേ ഇവരാണ് നമ്മളെ ഈ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. മഞ്ജിമ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതേപോലെ തമ്പുരു ഉണ്ടായിരുന്നു, മേഘ ഉണ്ടായിരുന്നു, ഹരിത ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, പടം തീർന്നപ്പോൾ ഓരോരുത്തർ അഭിപ്രായം പറയാൻ തുടങ്ങി. പിന്നെ എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കുകയും സെക്കൻഡ് ഹാഫിൽ അതേപോലെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. എനിക്ക് പടം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ഓരോരുത്തർ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലോട്ട് പോവുകയാണ്. ഇതേ കണ്ടില്ലേ, ത്രിബിളൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങ് പോവാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.